ഐ പ്രാർത്ഥന ഇന്നുള്ളത് കൂവപ്പടി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ്. പെരുമ്പാവൂരിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ദൂരെ കൂവപ്പടി എന്ന ഒരു ഗ്രാമത്തിലാണ് മഹാഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിനെ കുറിച്ചും ക്ഷേത്രത്തിന്റെ കൂടുതൽ വിവരങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ആധ്യാത്മികതയെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും മനസ്സിലാക്കുവാൻ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം. വന്നോളൂ. महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा. ओम गणानान्त्वा गणपतिगं हवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पत आनशृण्वन्नोतिभिस्सीदसादनं श्रीमहागणपतये नमः. കൂവപ്പടി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ മുഖ്യ അർച്ചകനായ ശ്രീ മഹേഷ്, ഞാനാണ് ഇവിടുത്തെ അർച്ചകൻ. കൂവപ്പടി ശ്രീ മഹാഗണപതിയെ പറ്റി പറയുമ്പോൾ ഏകദേശം 400 വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. വലംപിരിയും പടിഞ്ഞാറോട്ട് ദൃഷ്ടിയുമുള്ള മുന്നിൽ ജലാശയമുള്ള ഒരു ക്ഷേത്രത്തിലെ ഗണപതി ഭഗവാൻ ഭയങ്കര ശക്തിയുള്ള മഹാഗണപതിയാണ്. ഇവിടുത്തെ പ്രധാന വഴിപാടുകളായ മോദകവും നെയ്യപ്പത്തോടുള്ള ഉദയാസ്തമന പൂജ, അപ്പം മൂടൽ, മഹാഗണപതി ഹോമം എന്നിവ എല്ലാ ഭക്തജനങ്ങളും നടത്തി വരുന്നു. അവർക്കതിനുള്ള ഫലങ്ങളും കിട്ടിവരുന്നു. आकाशस्याधिपो विष्णुः अग्निश्चैव महेश्वरी. ഓം ശ്രീ മഹാഗണപതായേ നമ. ഞാനിവിടെ അടുത്താണ് താമസം, ഗണപതി അമ്പലത്തിൻ്റെ അടുത്ത്. എൻ്റെ കുട്ടിപ്രായം മുതൽ കൊണ്ടേ ഞാൻ ഈ അമ്പലത്തിൽ വരുന്ന ഒരു ഭക്തയാണ്. എനിക്ക് 10-75 വയസ്സായി. ഞാൻ 5-6 വയസ്സ് മുതൽ ഈ അമ്പലത്തിൽ എൻ്റെ അമ്മയുടെ കൂടെയൊക്കെ വന്ന് തൊഴും. ഇവിടെ ഒരു അമ്പലക്കുളമുണ്ട്, അതിനകത്ത് കുളിക്കുകയും നീന്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. സന്തോഷമായിട്ട് മഴയായാലും വെയിലായാലും ഞാനിവിടെ രാവിലെ വരും, വൈകിട്ടും വരും. ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞേക്കുന്ന ഈ കൂവപ്പടി ഈ ഗ്രാമത്തിൽ ഈ ഐമുറി കവലയുടെ അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം. ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവർക്കും അതിൻ്റേതായ അനുഭവങ്ങളുണ്ട്. കൂവപ്പടി മഹാഗണപതി ക്ഷേത്രത്തിലെ വിശേഷാൽ ഒരു വഴിപാടാണ് അപ്പം വഴിപാട്. അപ്പോൾ ഇവിടുത്തെ അപ്പം മൂടൽ, അതുപോലെ ഉദയാസ്തമന പൂജ, എല്ലാത്തിലും അപ്പം പ്രധാനമായിട്ടുള്ളൊരു നിവേദ്യമാണ്. അപ്പോൾ ഭഗവാനെ നമ്മൾ ഓരോരുത്തരും സമർപ്പിക്കുന്ന അല്ലെങ്കിൽ വഴിപാട് നടത്തുന്ന അപ്പം എല്ലാ ഭക്തജനങ്ങൾക്കും, ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നിവേദ്യമായിട്ടും അവർക്കുള്ളൊരു പ്രസാദമായിട്ടും നൽകി വരുന്നു. വളരെ സ്വാദിഷ്ടമായ ശുദ്ധമായ നെയ്യിൽ ഉണ്ടാക്കുന്ന ഒരു അപ്പമായിട്ടാണ് ഇവിടുത്തെ അപ്പം. എല്ലാവരും അതിൻ്റെ ആ ഒരു സംതൃപ്തിയോടുകൂടി തന്നെയാണ് ഈ പറഞ്ഞ അപ്പം എല്ലാവരും പ്രസാദമായി സ്വീകരിക്കുന്നത്.